നിങ്ങൾ ഡേർട്ടി ബോംബെന്ന് കേട്ടിട്ടുണ്ടോ? ലോകം ഭയക്കുന്ന ആ ബോംബ് അണുബോംബല്ലാത്ത ഇതിന് വൻ പ്രഹരശേഷിയാണ്. ഡ്രോണിനെ പോലും ചാമ്പലാക്കാൻ കഴിയുന്ന ഒന്നാണിത്. അപ്പോൾ തന്നെ ചിന്തിക്കാമല്ലോ എത്രത്തോളം പവർഫുള്ളാണ് ഇതെന്ന്. ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഉയർന്നു കേട്ട ഈ പേര് വീണ്ടും ചർച്ചയാകുകയാണ് ഇറാൻ ഇസ്രയേൽ അമേരിക്ക യുദ്ധത്തിൽ. ഇറാന്റെ ആണവശേഷിയാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഉറക്കം കെടുത്തുന്നത്. മാത്രമല്ല, ഇറാന്റെ പരമോന്നത നേതാവിനെ വധിച്ചതിലൂടെ ഇറാന്റെ തിരിച്ചടി കടുക്കുമെന്നും ഇറാൻ ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ താവളങ്ങളെയെല്ലാം ലക്ഷ്യമിടുകയും ചെയ്യുന്നുണ്ട്. ഇതിന് തിരിച്ചടി എന്നോണം അമേരിക്ക ഇറാന്റെ സൈനിക കേന്ദ്രം B-2 ബോംബറുകൾ ഉപയോഗിച്ച് തകർത്തു. ഇറാനൊപ്പമെന്ന് ചൈനയും റഷ്യയും ഉത്തര കൊറിയയും ഒരുമിച്ച് ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. ചൈനയുടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും ഇറാന്റെ മിസൈൽ കരുത്തും ഒന്നുചേരുന്നത് അമേരിക്കൻ വ്യോമസേനയ്ക്ക് വൻ ഭീഷണിയാണ്. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെ കടലിൽ മുക്കാൻ ശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ ഇറാൻ പുറത്തെടുക്കുന്നത് യുദ്ധത്തെ സങ്കീർണമാക്കും. ഉക്രൈൻ യുദ്ധത്തിൽ ഇറാന്റെ സഹായം സ്വീകരിച്ച റഷ്യ ഈ നിർണായക ഘട്ടത്തിൽ ഇറാനെ കൈവിടില്ല. അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും രഹസ്യ അന്വേഷണ വിവരങ്ങളും റഷ്യ നൽകുന്നത് ഇസ്രയേലിന്റെ വ്യോമാക്രമണങ്ങളുടെ മുനയൊടിക്കും. ഇസ്രയേൽ ആകട്ടെ അമേരിക്കൻ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്ന രാജ്യമാണ്. തങ്ങളുടെ വജ്രായുധമായ ഹോർമുസ് അടച്ചുപൂട്ടി എന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. അമേരിക്ക എന്നല്ല, എല്ലാ രാജ്യങ്ങളെയും വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇറാന്റെ ഇപ്പോഴത്തെ ഈ നീക്കം. അങ്ങനെയെങ്കിൽ ഇറാൻ ഒന്നും മുന്നിൽ കാണാതെ ഇതൊന്നും ചെയ്യില്ല എന്ന ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ഒരു അറ്റകൈ പ്രയോഗം നടത്തേണ്ടി വരും. അതിനായി ഏതറ്റം വരെയും പോകും. ആ വൻ നീക്കം നടക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇനി എന്താണ് ഈ ഡേർട്ടി ബോംബെന്ന് നോക്കാം. ആണവാക്രമണം സംഘർഷത്തിന്റെ ഭാഗമായി നടക്കാനിടയില്ലെങ്കിലും ആണവ വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഡേർട്ടി ബോംബ് പ്രയോഗിക്കപ്പെടുമോ എന്നാണ് അറിയേണ്ടത്. ലോകം ഒന്നടങ്കം തങ്ങൾക്കെതിരെ തിരിയുകയും അവരുടെ പരമോന്നത നേതാവിന്റെ വിയോഗവും ആ കടുത്ത തീരുമാനം ഇറാനെ കൊണ്ട് എടുപ്പിക്കുമോ എന്നതിലേക്കാണ് ഭയം വിരൽ ചൂണ്ടുന്നത്. ആണവായുധം എന്ന നിലയിൽ സമ്പുഷ്ടീകരണം സാധ്യമാക്കിയിട്ടില്ലെങ്കിലും ഡേർട്ടി ബോംബുകൾ ഉൽപ്പാദിപ്പിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞേക്കും. ഇതാണ് ഡേർട്ടി ബോംബ് സംഘർഷത്തിൽ ഉപയോഗിക്കപ്പെട്ടേക്കാമെന്നതിന് കാരണമായി കാണുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈൻ ഡേർട്ടി ബോംബ് എന്ന ആയുധം പ്രയോഗിക്കുമെന്ന് റഷ്യ ആവർത്തിച്ചു പറയുകയും ഇക്കാര്യം UN രക്ഷാസമിതിയിൽ ഉന്നയിക്കുകയും ചെയ്തു. അതോടെയാണ് ഡേർട്ടി ബോംബ് എന്താണെന്ന ചോദ്യം ലോകത്ത് ഉയർന്നു വന്നത്. സാധാരണഗതിയിൽ ഒരു അണുബോംബ് വികസിപ്പിക്കാൻ വലിയ സൗകര്യങ്ങളുള്ള ശാലകളും ആളുകളും വലിയ അറിവും സുരക്ഷയും ഒക്കെ വേണം. എന്നാൽ ഡേർട്ടി ബോംബിന് ഇത് വേണ്ട എന്നത് തന്നെയാണ് ഇറാന്റെ പക്കൽ ഇതുണ്ടാകാമെന്ന സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. എന്താണ് ഡേർട്ടി ബോംബ്? റേഡിയോളജിക്കൽ ഡിസ്പെർഷൻ ഡിവൈസ് എന്നറിയപ്പെടുന്ന ഡേർട്ടി ബോംബ് പരമ്പരാഗത സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ വർഷിക്കുന്ന ഒരുതരം സ്ഫോടക വസ്തുവാണ്. ഡേർട്ടി ബോംബുകൾ ഉണ്ടാക്കാൻ എളുപ്പവും ചെലവ് കുറവുമാണ്. ഉപേക്ഷിക്കപ്പെട്ട മെഡിക്കൽ ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് വസ്തുക്കൾ അല്ലെങ്കിൽ ആയുധമല്ലാത്ത ഏതെങ്കിലും റേഡിയോ ആക്റ്റീവ് വസ്തുവിൽ നിന്ന് ശേഖരിച്ച റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ TNT പോലുള്ള സ്ഫോടക വസ്തുവിന്റെ സഹായത്തോടെ സൃഷ്ടിക്കുന്ന സ്ഫോടനത്തിലൂടെ വ്യാപിപ്പിക്കുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് എത്രമാത്രം അപകടകരമാണ് എന്ന് നോക്കാം. പരമ്പരാഗത ആണവായുധങ്ങളെ സംബന്ധിച്ച് റേഡിയോ ആക്റ്റീവ് പദാർത്ഥത്തിന്റെ പ്രയോഗം തുടക്കത്തിലെ സ്ഫോടനം പോലെ തന്നെ അപകടകരമാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഡേർട്ടി ബോംബിൽ നിന്ന് പുറത്തേക്ക് വരുന്ന റേഡിയോ ആക്റ്റീവ് പദാർത്ഥം ആരെയും കൊല്ലാൻ കഴിയുന്ന തരത്തിലുള്ളതല്ല. ബോംബ് പൊട്ടുന്നത് കാരണം ആളുകൾ കൊല്ലപ്പെടാനുള്ള സാധ്യതയാണ് ഇതിന്റെ പ്രധാന അപകടം. എന്നാൽ വലിയ നഗരത്തെ ഒന്നാകെ നശിപ്പിക്കാൻ കഴിയുന്ന ആണവായുധങ്ങളുടെ പ്രഹരശേഷിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിന്റെ പ്രഭാവം ആയിരക്കണക്കിന് തവണ ചെറുതാണ്. ഒരു ഡേർട്ടി ബോംബിന്റെ യഥാർത്ഥ പ്രഹരശേഷി, അതിലുപയോഗിക്കുന്ന സ്ഫോടക വസ്തുവിന്റെ അളവ്, ചീളുകളുടെ അളവ്, റേഡിയോ ആക്റ്റീവ് പദാർത്ഥത്തിന്റെ അളവ്, വ്യാപിക്കുന്ന സമയത്ത് ഏത് ദിശയിലാണ് കാറ്റടിക്കുന്നത്, ബോംബ് വീഴുന്ന സ്ഥാനം തുടങ്ങിയ പല കാര്യങ്ങളെയും ആശ്രയിച്ചാണ് ഡേർട്ടി ബോംബിന്റെ പ്രഹരശേഷി കണക്കാക്കുന്നത്. വൻ നാശം വിതയ്ക്കുന്ന ആയുധമെന്ന് അറിയപ്പെടുന്നതിനേക്കാൾ ഇത് ആധുനിക ആധിപത്യം നേടുന്നതിനുള്ള നിരവധി ആയുധങ്ങളിൽ ഒന്നാണ്. ഈ ബോംബുകൾക്ക് യുദ്ധമുഖത്ത് കാര്യമായ ഉപയോഗമില്ലെങ്കിലും നഗരപ്രദേശങ്ങളിൽ ഭീതി വിതയ്ക്കാൻ ഇവ ഉപയോഗിക്കാമെന്നാണ് പറയപ്പെടുന്നത്. സ്ഫോടനത്തിന് ശേഷം അദൃശ്യമായി നടക്കുന്ന റേഡിയേഷനാണ് ഒരു പ്രധാന ഘടകം. റേഡിയേഷൻ വികിരണം പരിമിതപ്പെടുത്താൻ കഴിയുമെങ്കിലും ശക്തമായ റേഡിയോ ആക്റ്റീവ് ബാധയേൽക്കാൻ കൂടുതൽ സാധ്യതയുള്ള മേഖല സുരക്ഷിതമാക്കാനായി സ്ഫോടനം നടന്ന സ്ഥലത്ത് മാസങ്ങളോളം മനുഷ്യരുടെ ഇടപെടലില്ലാതെ ആക്കാനും ഇതിന് കഴിയും. ഗൾഫ് മേഖല ഇപ്പോൾ ഏതാണ്ട് സ്തംഭിച്ച അവസ്ഥയിലാണുള്ളത്. ഹോർമുസ് കടലിടുക്കും ഇറാൻ അടച്ചു കഴിഞ്ഞു. ഇത്തരമൊരു സാഹചര്യം നീണ്ടുപോകുന്നത് ലോക വ്യാപാരത്തെ തന്നെയാണ് സ്തംഭിപ്പിക്കുക. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ ലോകരാജ്യങ്ങൾ ഇടപെടുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. ഇതുവരെ യുദ്ധ സാഹചര്യത്തിൽ നിന്ന് ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്ന് ഉറപ്പാണ്.